അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. ഈ ആണുങ്ങൾക്ക് മാത്രം എന്താ ഇത്ര അധികം നെറ്റ് കെയറിലും ഹെയർ ലോസ് ഒക്കെ ഉണ്ടാവണേ? ആണുങ്ങളുടെ ഹെയർ ലോസിന്റെ മേജർ റീസൺസ് തന്നെ ഡിഫറെന്റ് ആണ്. സ്കാൽപ്പിലുള്ള 5-ആൽഫ റിഡക്ടേസ് എന്ന എൻസൈം നിങ്ങളുടെ ഹോർമോണുമായി ചേർന്ന് ഹെയർ ഫോളിക്കിൾസിനെ ചുരുക്കുന്നു. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ മെൻ യൂസ് ചെയ്യൂ. പുരുഷന്മാർക്ക് വേണ്ടി ബയോടെക്നോളജി പ്രകാരം പ്രത്യേകം ഡെവലപ്പ് ചെയ്തത്. നമസ്കാരം, ഞാൻ ഡേസി ബിജു. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് സെപ്റ്റംബർ 14 ശനിയാഴ്ച. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ജയിൽ മോചിതനായി. ഡൽഹി മദ്യനയവുമായി ബന്ധപ്പെട്ട് CBI രജിസ്റ്റർ ചെയ്ത കേസിൽ സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചതിന് പിന്നാലെ ഇന്നലെ വൈകിട്ടോടെയാണ് കെജ്രിവാൾ തിഹാർ ജയിലിൽ നിന്നും ഇറങ്ങിയത്. എത്ര തകർക്കാൻ ശ്രമിച്ചാലും തകരില്ലെന്നായിരുന്നു ജയിലിന് പുറത്തെത്തിയ കെജ്രിവാളിന്റെ ആദ്യ പ്രതികരണം. അന്തരിച്ച CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ ഭൌതിക ശരീരം പൊതുദർശനത്തിനായി ഇന്നലെ JNUവിൽ എത്തിച്ചു. കനത്ത മഴയെയും അവഗണിച്ച് വിദ്യാർത്ഥികളും സുഹൃത്തുക്കളും അടക്കം നിരവധി പേരാണ് അന്തിമോപചാരം അർപ്പിക്കുന്നതിനായി സർവകലാശാലയിൽ എത്തിയത്. JNUവിലെ പൊതുദർശനത്തിന് ശേഷം കനത്ത മഴയിൽ തന്നെയാണ് വസന്തകുഞ്ചിലെ വസതിയിലേക്ക് മൃതദേഹം എത്തിച്ചത്. വസന്തകുഞ്ചിലെ വീട്ടിൽ രാത്രി മുഴുവൻ സൂക്ഷിച്ച മൃതദേഹം ഇന്ന് രാവിലെ 10 മണിയോടെ CPM കേന്ദ്ര കമ്മിറ്റി ഓഫീസായ AKG ഭവനിലേക്ക് കൊണ്ടുവരും. AKG ഭവനിൽ നിന്ന് 14 അശോക റോഡിലേക്കുള്ള വിലാപയാത്രയിൽ CPMന്റെ പോളിറ്റ് ബ്യൂറോ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും. അശോക റോഡിൽ നിന്ന് മൃതദേഹം എയിംസിലേക്ക് എത്തിക്കും. കേന്ദ്രഭരണ പ്രദേശമായ ആൻഡമാൻ നിക്കോബാറിന്റെ തലസ്ഥാന നഗരമായ പോർട്ട് ബ്ലെയർ ഇനി ശ്രീ വിജയപുരം എന്ന പേരിൽ അറിയപ്പെടും. കൊളോണിയൽ മുദ്രകൾ ഇല്ലാതാക്കുന്നതിന്റെ ഭാഗമായാണ് പോർട്ട് ബ്ലെയറിന്റെ പേര് മാറ്റിയതെന്നാണ് കേന്ദ്ര സർക്കാർ വിശദീകരണം. ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് പേരുമാറ്റം പ്രഖ്യാപിച്ചത്. 24,116 കണ്ടെയ്നർ ശേഷിയുള്ള ഇന്ത്യയിൽ ഇതുവരെ നങ്കൂരമിട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ചരക്ക് കപ്പലായ MSC ക്ലോഡ് ഗിറാർഡെറ്റ് ഇന്നലെ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെത്തി. 399.9 മീറ്റർ നീളവും 61.5 മീറ്റർ വീതിയുമുള്ള ഈ അൾട്രാ ലാർജ് കണ്ടെയ്നർ കപ്പലിന് 20,425 TEU വഹിക്കാനുള്ള ശേഷിയുമുണ്ട്. മുല്ലപ്പെരിയാർ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് തിരുവോണ ദിവസം മുല്ലപ്പെരിയാർ സമരസമിതി ഉപവസിക്കും. അന്താരാഷ്ട്ര തലത്തിലുള്ള ഏജൻസിയെ കൊണ്ട് പരിശോധന നടത്തണമെന്നാണ് ആവശ്യം. ഉപ്പുതറ ടൌണിൽ നടത്തുന്ന സമരത്തിൽ മതരാഷ്ട്രീയ സാംസ്കാരിക നേതാക്കളും പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. UAEയിലെ അനധികൃത താമസക്കാർക്കുള്ള പൊതുമാപ്പ് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ മലയാളി പ്രവാസികൾക്കായി നോർക്ക രൂപീകരിച്ച ഹെൽപ്പ് ഡെസ്ക് നിലവിൽ വന്നു. പൊതുമാപ്പിൽ നാട്ടിൽ പോകുന്ന പ്രവാസികൾക്ക് വേണ്ട സഹായങ്ങളുമായി ഇന്ത്യൻ എംബസിയും ദുബൈയിലെ ഇന്ത്യൻ കോൺസുലേറ്റും എല്ലാ സഹായവും നൽകുന്നുണ്ട്. വയനാട് ദുരന്തത്തിൽ മാതാപിതാക്കളെയും സഹോദരിയെയും ബന്ധുക്കളെയും നഷ്ടമായതിന് പിന്നാലെ പ്രതിശ്രുത വരനും വാഹനാപകടത്തിൽ മരിച്ച ശ്രുതിക്ക് സർക്കാർ ജോലി നൽകണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് VD സതീശൻ മുഖ്യമന്ത്രിക്ക് കത്തു നൽകി. വയനാട് ദുരന്ത ബാധിതരുടെ വായ്പകൾ എഴുതിത്തള്ളാൻ സംസ്ഥാന സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്ക് 1,05,00,000 രൂപയുടെ വായ്പകളാണ് ഇപ്രകാരം മൊത്തത്തിൽ എഴുതിത്തള്ളുകയെന്ന് ബാങ്ക് അധികൃതർ അറിയിച്ചു. ഇതിനൊപ്പം തന്നെ ദുരന്ത ബാധിതർക്ക് ധനസഹായം നൽകാനും തീരുമാനിച്ചിട്ടുണ്ട്. പവർ ഗ്രൂപ്പ് എന്നൊന്നുണ്ടെന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നുണ്ടെങ്കിലും അതിന്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ലെന്ന് ധ്യാൻ ശ്രീനിവാസൻ. ആരോപണമുന്നയിച്ച ആ സ്ത്രീക്കെതിരെ മാനനഷ്ടത്തിന് നിവിൻ പോളി പരാതി നൽകണമെന്നും ധ്യാൻ പറഞ്ഞു. KSRTC ജീവനക്കാരുടെ ശമ്പളം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യണമെന്ന ഉത്തരവിന് പിന്നിൽ ദുരൂഹതയുണ്ടെന്ന് ആരോപിച്ച ഗതാഗത മന്ത്രി അടിയന്തരമായി ഉത്തരവ് പിൻവലിക്കാൻ നിർദ്ദേശം നൽകി. അന്വേഷണം നടത്തി ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാനും മന്ത്രി നിർദ്ദേശിച്ചു. KSRTC CMDക്കാണ് മന്ത്രി നിർദ്ദേശം നൽകിയത്. ഇടുക്കിയിലെ പട്ടികജാതി വിഭാഗക്കാർക്കുള്ള ഭവന നിർമ്മാണ പദ്ധതിയിൽ ക്രമക്കേട് നടത്തിയ പട്ടികജാതി വികസന ഓഫീസർക്ക് 7 വർഷം കഠിന തടവും 30 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു. മറയൂർ വില്ലേജിലെ കോച്ചാരത്തെ പട്ടികജാതി വിഭാഗക്കാർക്കുള്ള ഭവന നിർമ്മാണ പദ്ധതിയിൽ ക്രമക്കേട് നടത്തിയ കേസിലാണ് പട്ടികജാതി വികസന ഓഫീസറായിരുന്ന ക്രിസ്റ്റഫർ രാജിനെ മൂവാറ്റുപുഴ വിജിലൻസ് കോടതി ശിക്ഷിച്ചത്. ഈ ഓണം 100ാം ഓണം, സെലിബ്രേറ്റിംഗ് 100 years of പുളിമൂട്ടിൽ സിൽക്സ്. ആലുവ MLA അൻവർ സാദത്തിന്റെ കുടുംബത്തെ ഭീഷണിപ്പെടുത്തി പണം തട്ടാൻ ശ്രമം. MLAയുടെ മകൾ ദില്ലി പോലീസിന്റെ പിടിയിലായി എന്ന വ്യാജ സന്ദേശമാണ് എത്തിയത്. മകൾ മയക്കുമരുന്നുമായി ദില്ലി പോലീസിന്റെ പിടിയിലായെന്നായിരുന്നു സന്ദേശം. അൻവർ സാദത്ത് MLAയുടെ പരാതിയിൽ എറണാകുളം സൈബർ പോലീസ് അന്വേഷണം തുടങ്ങി.
രാഷ്ട്രീയത്തിന്റെ മൂല്യച്യുതിയിൽ എരിതീയൊഴിക്കുന്ന ചർച്ചകളാണ് നടക്കുന്നതെന്ന് സുരേഷ് ഗോപി MP. രാഷ്ട്രീയത്തിൽ തൊട്ടുകൂടായ്മ കൽപ്പിക്കുന്നവർ ക്രിമിനലുകളാണെന്നും ADGP MR അജിത് കുമാറും RSS നേതാക്കളുമായുള്ള സന്ദർശനത്തിൽ കുറ്റം പറയാൻ യോഗ്യത ആർക്കാണുള്ളതെന്നും രാഷ്ട്രീയ വൈരുദ്ധ്യം ആരാണ് കൽപ്പിക്കുന്നതെന്നും അദ്ദേഹം ചോദിച്ചു. കൊല്ലം ഓയൂരിൽ 6 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ തുടരന്വേഷണത്തിന് അനുമതി. 2023 നവംബറിൽ ചാത്തന്നൂർ സ്വദേശി പത്മകുമാർ, ഭാര്യ അനിതകുമാരി, മകൾ അനുപമ എന്നിവർ ചേർന്ന് ഓയൂരിലെ 6 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയെന്നാണ് കേസ്. വിചാരണ തുടങ്ങാനിരിക്കെയുള്ള അസാധാരണ നടപടിയിൽ മുഖ്യമന്ത്രിയും DGPയും അതൃപ്തി അറിയിച്ചു. ചക്രമുടി ഭൂമി കൈയേറ്റം ആസൂത്രിത ഭൂമിക്കൊള്ളയെന്ന് തെളിയിക്കുന്ന IG സേതുരാമന്റെ റിപ്പോർട്ട് പുറത്ത്. 25 ഏക്കറോളം സർക്കാർ പുറമ്പോക്ക് ഭൂമിയാണ് കയ്യേറിയത്. IGയുടെ നേതൃത്വത്തിലുള്ള മൂന്നാർ സ്പെഷ്യൽ ടീമിന്റെ റിപ്പോർട്ടിൽ ഇക്കാര്യം വ്യക്തമാക്കുന്നുണ്ട്. സംഭവത്തിൽ ഉൾപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ അന്വേഷണം വേണമെന്നും ക്രിമിനൽ കേസെടുത്ത് നിയമ നടപടികളുമായി മുന്നോട്ടു പോകണമെന്നും റിപ്പോർട്ടിൽ ശുപാർശ ചെയ്യുന്നു. ഗുരുവായൂർ അമ്പലത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ വിവാഹങ്ങൾ നടന്ന ദിവസം ഉൾപ്പെട്ട ഈ മാസം ഇതുവരെയുള്ള ക്ഷേത്രത്തിന്റെ ഭണ്ഡാരവരവ് 5.80 കോടി രൂപ കടന്നു. ഇതിനൊപ്പം 2.5 കിലോയിലധികം സ്വർണവും 17.5 കിലോയിലധികം വെള്ളിയും ലഭിച്ചിട്ടുണ്ട്. സുഭദ്ര കൊലപാതക കേസിൽ ഒരാൾ കൂടി അറസ്റ്റിലായി. ഈ കേസിലെ പ്രതി മാത്യുവിന്റെ സുഹൃത്തും ബന്ധുവുമായ റൈനോൾഡിന്റെ അറസ്റ്റാണ് പോലീസ് രേഖപ്പെടുത്തിയത്. വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷമാണ് അറസ്റ്റ്. സുഭദ്രയെ മയക്കിക്കിടത്താനുള്ള മരുന്ന് എത്തിച്ചു നൽകിയത് റൈനോൾഡാണ്. ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 3 ആയി. ആലപ്പുഴ കലവൂരിലെ സുഭദ്രയുടെ കൊലപാതകം ആസൂത്രിതമെന്ന് പോലീസ്. സുഭദ്രയെ കൊല്ലാൻ പ്രതികൾ നടത്തിയത് വൻ ആസൂത്രണമെന്ന് ആലപ്പുഴ SP MP മോഹനചന്ദ്രൻ പറഞ്ഞു. നെഞ്ചിൽ ചവിട്ടിയും കഴുത്ത് ഞെരിച്ചുമാണ് കൊലപ്പെടുത്തിയതെന്നും പ്രതികൾ മൊഴി നൽകി. കോഴിക്കോട് ഉള്ളേരിയിൽ മലബാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഗർഭസ്ഥ ശിശുവും അമ്മയും മരിച്ചത് ചികിത്സാ പിഴവ് മൂലമെന്ന് കുടുംബം ആരോപിച്ചു. എഗരൂർ ഉണ്ണിക്കുളം സ്വദേശി അശ്വതിയും ഗർഭസ്ഥ ശിശുവുമാണ് മരിച്ചത്. ആശുപത്രിക്കെതിരെ കുടുംബം പരാതി നൽകിയതിൽ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. കോഴിക്കോട് വടകര വാഹനാപകടത്തിൽ 9 വയസ്സുകാരി കോമയിലായ സംഭവത്തിൽ കുടുംബത്തിന് നഷ്ടപരിഹാരം ലഭിക്കാത്തത് നീതീകരിക്കാനാവില്ലെന്ന് ഹൈക്കോടതി. സ്വമേധയാ എടുത്ത കേസ് പരിഗണിച്ച ഹൈക്കോടതി 9 വയസ്സുകാരി ദൃശാനയ്ക്ക് ആവശ്യമായ ചികിത്സാ സഹായം നൽകാൻ നിർദ്ദേശം നൽകി. കേസ് പരിഗണിക്കുന്നത് ഹൈക്കോടതി ചൊവ്വാഴ്ചത്തേക്ക് മാറ്റി. കേരളത്തിലെ ആഭ്യന്തര സെക്രട്ടറിയായി എത്താൻ മൊഴി നൽകാൻ കോടതിയിൽ പോകാറില്ലെന്ന് വിശ്വനാഥ് സിൻഹ. ഡോക്ടർ V ശിവദാസനെതിരായ കേസ് പരിഗണിക്കുന്നതിനിടെയാണ് കോടതിയിൽ ഹാജരാകാറില്ലെന്ന നിലപാട് സംസ്ഥാന ആഭ്യന്തര സെക്രട്ടറി അറിയിച്ചത്. എന്നാൽ കോടതി മുറിയിൽ നിന്ന് അല്ലാതെ നൽകുന്ന മൊഴി രേഖപ്പെടുത്താൻ തനിക്കാകില്ലെന്ന് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ദിവ്യ മൽഹോത്രയും വ്യക്തമാക്കി. ഓണത്തിന് ഇതാണോ എടുക്കുന്നേ? ഓണക്കോടി വരും. അതെ, 10ൽ ഒരാൾക്ക് ഈ സീരീസിൽ ഓണക്കോടി സമ്മാനം. മെഗാ സമ്മാനമാണെങ്കിലും പുതുപുത്തൻ ബെൻസ് കാർ. 2ാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ, അതും 17. ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്രത്തിലക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ കോയമ്പത്തൂരിലെ ശ്രീ അന്നപൂർണ ഹോട്ടൽ ശൃംഖലയുടെ ഉടമയുമായി നടത്തിയ സംഭാഷണത്തിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ BJP പ്രവർത്തകർ അശ്രദ്ധമായി പങ്കുവച്ചതിന് മാപ്പ് ചോദിച്ച് BJP തമിഴ്നാട് അധ്യക്ഷൻ K. അണ്ണാമലൈ. ശ്രീനിവാസൻ തമിഴ്നാടിന്റെ ബിസിനസ് സമൂഹത്തിന്റെ അഭിമാനമാണെന്നും വിവാദം അവസാനിപ്പിക്കണമെന്നും അണ്ണാമലൈ ആവശ്യപ്പെട്ടു. ധനമന്ത്രി പങ്കെടുത്ത കോയമ്പത്തൂരിലെ ഒരു ബിസിനസ് ഫോറത്തിൽ നടത്തിയ പരാമർശത്തിന് ശേഷം ശ്രീനിവാസൻ മന്ത്രി സീതാരാമനോട് മാപ്പ് പറയുന്നതായുള്ള പോസ്റ്റിനാണ് അണ്ണാമലൈ മാപ്പ് പറഞ്ഞത്. ഫോബ്സ് ഇന്ത്യ പട്ടിക പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും വലിയ ധനികയായ വനിത സാവിത്രി ജിൻഡാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു. ഹരിയാനയിലെ ഹിസാർ മണ്ഡലത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായാണ് സാവിത്രി ജനവിധി തേടുന്നത്. ഏജന്റുമാരാൽ കബളിപ്പിക്കപ്പെട്ട് റഷ്യൻ സൈന്യത്തിൽ ജോലി ചെയ്യാൻ നിർബന്ധിതരായ 6 യുവാക്കൾ ഇന്ത്യയിലേക്ക് മടങ്ങി. ജൂലൈയിൽ മോസ്കോ സന്ദർശന വേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇക്കാര്യം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി സംസാരിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇന്ത്യക്കാരെ റഷ്യൻ യുക്രൈൻ അതിർത്തിയിലെ ക്യാമ്പുകളിൽ നിന്നും മോചിപ്പിച്ചിരിക്കുന്നത്. കൊൽക്കത്ത RG കർ മെഡിക്കൽ കോളേജിൽ വനിതാ ഡോക്ടർ കൊല്ലപ്പെട്ട സംഭവത്തിന് പിന്നാലെ നീതി ആവശ്യപ്പെട്ടും ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷ ഉറപ്പാക്കാൻ ആവശ്യപ്പെട്ടും ജൂനിയർ ഡോക്ടർമാർ രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന് കത്തയച്ചു. ഡോക്ടർമാർ ആരംഭിച്ച സമരത്തിൽ സംസ്ഥാന സർക്കാരിൽ നിന്ന് അനുകൂല നടപടികൾ ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് നടപടി. തിരുപ്പതിയിൽ നിന്നും ബംഗളൂരുവിലേക്ക് പോകുകയായിരുന്ന ബസ് 2 ലോറികളിൽ ഇടിച്ച് 8 മരണം. ചിറ്റൂർ ബംഗളൂരു ദേശീയപാതയിലെ ഏറ്റവും അപകടകരമായ മൊഗിലി ഘാട്ട് സെക്ഷനിലാണ് ദാരുണമായ അപകടമുണ്ടായത്. പരിക്കേറ്റവരിൽ നിരവധി ആളുകളുടെ നില അതീവ ഗുരുതരമാണ്. ഗുജറാത്തിലെ ഗാന്ധിനഗർ ജില്ലയിൽ നദിയിൽ കുളിക്കാനിറങ്ങിയ 8 പേർ മുങ്ങിമരിച്ചു. ദഹഗാം താലൂക്കിലെ വസ്ന സുഗത്തി ഗ്രാമത്തിലെ മെഷ്വ നദിയിൽ കുളിക്കാനിറങ്ങിയ 8 ഗ്രാമവാസികളാണ് മുങ്ങിമരിച്ചത്. പ്രമേഹ രോഗികൾക്ക് ഇൻസുലിനും മറ്റും സൂക്ഷിക്കാൻ പോർട്ടബിൾ കൂളിംഗ് കാരിയർ കണ്ടുപിടിച്ച യുവതിക്ക് അവാർഡ്. ഒഡീഷ സ്വദേശിനിയായ കോമൾ പാണ്ഡയ്ക്കാണ് 2024 ജെയിംസ് ഡൈസൺ അവാർഡ് ലഭിച്ചത്.
വനത്തിൽ തിരച്ചിൽ നടത്തുന്നതിനിടെ ഭീകരരുമായുണ്ടായ ഏറ്റുമുട്ടലിൽ ജമ്മു കാശ്മീരിലെ കിഷ്ത്വാറിൽ 2 സൈനികർക്ക് വീരമൃത്യു. 2 സൈനികർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. മറ്റൊരു ഓപ്പറേഷനിൽ സൈന്യം 2 ഭീകരരെ വധിച്ചു. പിങ്ക്നൽ ദുഗഡ വനമേഖലയിലെ നൈറ്റ്ഗാം ഗ്രാമത്തിലെ ഏറ്റുമുട്ടലിലാണ് ഇന്ത്യൻ സൈനികർ വീരമൃത്യു വരിച്ചത്. നായിബ് സുബേദാർ വിപിൻ കുമാർ, സിപ്പോയി അരവിന്ദ് സിംഗ് എന്നീ സൈനികരാണ് വീരമൃത്യു വരിച്ചത്. ഡൊണാൾഡ് ട്രംപിനെയും കമല ഹാരിസിനെയും രൂക്ഷമായി വിമർശിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ. കുടിയേറ്റ തൊഴിലാളികൾക്കെതിരെയായ നയം സ്വീകരിച്ചതിനെതിരെയായിരുന്നു ട്രംപിനെതിരെ വിമർശനമെങ്കിൽ ഗർഭചിത്രത്തെ അനുകൂലിക്കുന്ന കമല ഹാരിസിന്റെ നിലപാടിനെയാണ് മാർപ്പാപ്പ വിമർശിച്ചത്. വോട്ടർമാർ എന്ത് നിലപാടെടുക്കണമെന്ന ചോദ്യത്തിന് കുറഞ്ഞ തിന്മയെ സ്വീകരിക്കാനായിരുന്നു മാർപ്പാപ്പയുടെ മറുപടി. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഉദ്ഘാടന മത്സരത്തിൽ മോഹൻ ബഗാനും മുംബൈ സിറ്റി എഫ്സിയും 2 വീതം ഗോളടിച്ച് സമനിലയിൽ പിരിഞ്ഞു. ആദ്യ പകുതിയിൽ 2 ഗോളിന് മുന്നിൽ നിന്ന മോഹൻ ബഗാൻ രണ്ടാം പകുതിയിൽ 2 ഗോളുകൾ വഴങ്ങുകയായിരുന്നു. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡെയ്സി ബിജു. ഡെയിലി ന്യൂസ് ലൈവ്.in വാർത്തകൾ വിരൽ തുമ്പിൽ.